മോളെ, നിനക്ക് നീതി കിട്ടാൻ പോവാ. മോളെ ഇല്ലാതാക്കിയവനെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചിട്ടെ ഇനി പപ്പ മോളുടെ മുന്നിൽ വരും. എന്തിനാണ് ഈ നല്ലെല്ലാം മാറിക്കൊടുക്കുന്നത്? ഹലോ, എന്താ സാർ വിളിച്ചത്? എന്തായി? അവൻ കുറ്റം സമ്മതിക്കുന്നില്ല. ഇല്ല. സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവൻ തന്നെയാണ് പ്രതി. ഇല്ല സാറേ, ഇന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ഇനി നിങ്ങൾ അവനെ ഒന്നും ചെയ്യണ്ട. താഴൊരു കാര്യം ചെയ്യും, എന്റെ വീട് വരെ ഒന്ന് വാ. എനിക്ക് അത്യാവശ്യം കുറെ കാര്യം സംസാരിക്കാനുണ്ട്. വരാം സാർ. സാർ ഇപ്പൊ വരാം. ദേ ഇറങ്ങി. നീ അല്ലേ എടാ, നിന്നെ കൊണ്ടുള്ള സകല തെളിവ് ഉണ്ടാക്കി പറ്റിയാണ് നിന്നെ പിടിച്ചിരിക്കുന്നത്. നീ പറഞ്ഞില്ല, എനിക്കറിയില്ല. അവന് വെള്ളം കൊടുക്കണം. സാറേ, ഒരു കുഞ്ഞിനെ കൊന്നവനാ. അവനോട് ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അവനങ്ങ് തീർത്ത് കളഞ്ഞേരാ. ഇവനൊന്നും ഭൂമിക്ക് മുകളിൽ വേണ്ടെന്നേ. തനിക്കത് പറഞ്ഞിട്ട് പോ. തൂങ്ങുന്ന ഞാനാ. റോഷനാണോ? താനോട് ഇരിക്കും, ഞാനിപ്പോ വരാം. എടോ, താൻ പറഞ്ഞിട്ടില്ല അവരോട് നീ അവരെ ഉപദ്രവിക്കരുതെന്നൊക്കെ? പറഞ്ഞിട്ടുണ്ട് സാർ. എടോ റോഷ, എന്റെ മോളെ കൊന്നവനെ ഇല്ലാണ്ടാക്കിയാലേ എന്റെ ഭാര്യയായി വീട്ടിൽ തിരിച്ചു കയറുമെന്ന് പറഞ്ഞാൽ പോരി. കഴിക്കണോ? എടോ റോഷ, എന്റെ മോളായിരുന്നോ എനിക്കല്ല. അവള് പോയതോടുകൂടി ഞാനാകെ തകർന്നിടും. എന്റെ മോളെ കൊന്നവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. സാറെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അവനെ കൊല്ലണോടോ. താൻ എൻ്റെ കൂടെ നിൽക്കണം. അത് വേണോ? അത് വേണം. എന്നാലേ എൻ്റെ മോക്ക് സന്തോഷമാകത്തുള്ളൂ. എന്താ കേബിളിന്റെ പൈസക്ക് വാങ്ങാം. എത്ര മാസത്തെ ഉണ്ട്? 2 മാസം. ഞാൻ വൈകിട്ട് ഗൂഗിൾ പേ ചെയ്തേക്കാം. ആരായിരുന്നു സാർ അത്? അത് കേബിളിന്റെ പിരിവാരം. താൻ കഴിക്കേ. സാറേ, അവനെ ഇനി കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. താൻ വിചാരിച്ചാൽ നടക്കും. അല്ല സാറേ, ഈ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ എങ്ങനെ, എവിടെ വെച്ച്? ഇവിടെ വെച്ച്, എന്റെ മുന്നിൽ വെച്ച്. ദൈവം വിചാരിച്ച എന്തോടാ നടക്കാത്ത? എന്റെ മോള്
എന്ത് തെറ്റി തെറ്റാണോ അവൻ അവളോട് ക്രൂരത കാണിച്ചത്? അവൻ മാപ്പർഹിക്കുന്നില്ല. അവനെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോവാ. സാറേ, അവൻ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. സാറേ, അവനെതിരായിട്ട് നമുക്കൊരു സ്ട്രോങ് എവിഡൻസ് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് എങ്ങനെയാ റോഷ സ്ട്രോങ് എവിഡൻസ് ഉണ്ടാകുക? എന്റെ മോളെ കൊന്നവൻ എന്റെ കൺമുന്നിൽ ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കെ ഏതൊരു കുറ്റകൃത്യത്തിനും ഒരു സ്ട്രോങ് എവിഡൻസ് ദൈവമായിട്ട് ബാക്കി വയ്ക്കും. അത് നിന്റെ കാര്യത്തിൽ സംഭവിച്ചു. നീ ഇത് കേട്ടു നോക്കണം. എന്ത് തെറ്റാണെന്നായ എന്റെ മോളെ പഠിക്കുന്നത്? അവിടെ നിന്നോട് കരഞ്ഞു പറഞ്ഞോ? എന്നെ ഒന്നും ചെയ്യരുത്. അറേ, മധ്യലഹരിയിൽ അറിയാതെ പറ്റിപ്പോയൊരു കൈവത്ത. എന്നെ ഒന്നും ചെയ്യരുത്. സോറി സാർ, ഇതല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. സാറ് വാങ്ങിയ വിഷം സാറ് തന്നെ കഴിച്ച് ആത്മഹത്യ ചെയ്തു. കേസ് ക്ലോസ്. പിന്നെ ഈ തെളിവ് ഇത് ഞാനങ്ങ് നശിപ്പിക്കുക.